ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സീസൺ 5 ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് അനുസ്മരിപ്പിക്കുമാറുള്ള വലിയ ഫൈറ്റുകൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. അത് തുടങ്ങിയതും സീസൺ 6നോടുള്ള ബന്ധത്തിലാണ്. സിബിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിനകത്തുനിന്ന് പുറത്താക്കപ്പെടുകയും പുറത്തു വന്നതിന് ശേഷം അയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തതാണ് തുടക്കം. അത് അഖിൽ മാരാർ കയറി പിടിക്കുന്നു. തുടർന്ന് അതിരൂക്ഷമായ ചില പ്രസ്താവനകളിലൂടെ ഈ വിഷയത്തെ ഒരു കാട്ടുതീ പോലെ അഖിൽ മാരാർ കത്തിച്ചു വിടുകയായിരുന്നു. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന ചീഞ്ഞു നാറിയ കഥകൾ, അവിടെ ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി നടക്കുന്ന പല സ്ത്രീകൾ, എന്തിനേറെ ഏഷ്യാനെറ്റിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിലിരിക്കുന്ന ചില വ്യക്തികൾക്കെതിരെ പോലും അതിരൂക്ഷമായ വിമർശനവുമായി അഖിൽ മാരാർ കത്തിക്കേറിയപ്പോൾ തന്നെ ഈ വിഷയം കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയതാണ്. ഇപ്പോഴിതാ അഖിൽ മാരാർക്കെതിരെ കേസുമായിട്ട് അഖിലിനോടൊപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 5 കട്ടയ്ക്ക് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ശോഭ വിശ്വനാഥ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ശോഭ അഖിലിനെതിരെ കൊടുത്ത കേസ്, ആ കേസിന്റെ പകർപ്പ് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ കൂടി അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇന്ന് ലഭിച്ച പോലീസിന്റെ നോട്ടീസാണിത്. പരാതിക്കാരി ശോഭ വിശ്വനാഥ്. തുടർന്ന് താൻ പറയുകയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരോട് പലയാവർത്തി പല ചോദ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്ത് എന്ന് പറയുവാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു സ്ത്രീ പരാതി കൊടുത്താൽ CRPC സെക്ഷൻ 153 പ്രകാരം കേസെടുക്കണം എന്ന്, അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ പറയുന്നത്. എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണം എന്നും പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു. ഞാൻ കുട്ടികളെ തല്ലും എന്ന് പറഞ്ഞു. നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ. ഇത്രയും വായിക്കുമ്പോൾ തന്നെ ഇതിന്റെ ബുദ്ധികേന്ദ്രം എവിടെയാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബിഗ് ബോസിനുള്ളിലേക്ക് അഖിൽ മാരാരുടെ കുഞ്ഞുങ്ങൾ വരികയും അവരവിടെ പലരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ശോഭ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വായിലൊന്ന് വീണിരുന്നു, അച്ഛൻ തല്ലും എന്നുള്ളത്. അമ്മയാണോ അച്ഛനാണോ തല്ലുക എന്നുള്ള ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാണ് അച്ഛൻ തല്ലും എന്ന് പറഞ്ഞത്. ആ ഒരു വിഷയത്തിന്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട്, അതിന്റെ ഫൂട്ടേജ് ഉണ്ട്. അത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അത് ഏഷ്യാനെറ്റിന്റെ കയ്യിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഖിൽ മാരാർക്കെതിരെ ശോഭ വിശ്വനാഥിനെ കൊണ്ട് ആരായിരിക്കാം കേസ് കൊടുപ്പിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും വരാൻ പോകുന്നത്. അഖിൽ മാരാർ വീണ്ടും ഇങ്ങനെയാണ് എഴുതുന്നത്. ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പെന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച്. അതിനെതിരെ ഒരക്ഷരം മിണ്ടുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ധന്യാരാമന്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകാം. അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ്, പാവങ്ങളുടെ പേരിൽ ബിസിനസ്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ധന്യാരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ്. സീസൺ 5 ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്കറിയില്ല. എന്നാൽ കൈക്കൂലി കൊടുത്ത്, അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞു ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. 3 പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിവെച്ചു. ഒരമ്മ തൻ്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു. വിഷയത്തിൽ നിനക്കിടപെടുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ട്, കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ട്, 4ാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയുമായിട്ടാണ് നടക്കുന്നത്. ഇതല്ല, ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും. നിങ്ങൾ അറിഞ്ഞിരിക്കുവാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നു. ഇവരെ പോലെയുള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെ അർഹതയുള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണും. സ്ത്രീയും പുരുഷനും തുല്യരാണ്, പക്ഷേ സ്ത്രീ എന്തു പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും. അപ്പോൾ അഖിൽ മാരാരെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ വ്യക്തമായ പദ്ധതികൾ പ്ലാൻ ചെയ്ത് മുൻപോട്ട് നീങ്ങുകയാണ് ഒരു കൂട്ടം ആൾക്കാർ. അതിനകത്ത് ശോഭയെ മുൻനിർത്തിയുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 100% ശോഭയെ മുൻനിർത്തി എന്ന് പറയുവാൻ കഴിയില്ല. സീസൺ 5 മുതൽ തന്നെ അഖിൽ മാരാരുടെ ഏറ്റവും വലിയൊരു ശത്രുവായി സ്വയം പ്രഖ്യാപിച്ച ഒരാളായിരുന്നു ശോഭ വിശ്വനാഥ്. വിഷം നിറഞ്ഞ വാക്കുകൾ, വിഷം നിറഞ്ഞ പ്രവർത്തികൾ, ഇതൊക്കെയായിരുന്നു ശോഭയിൽ കൂടി അഖിൽ മാരാർക്കെതിരെ നിരന്തരം അന്ന് വ്യാപരിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ അഖിൽ ഈ പോസ്റ്റിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷയുമായിട്ട് അതിനകത്ത് കയറുകയും കപ്പ് കിട്ടാതെ വരികയും 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. അത് ഒരു വലിയ പകയായിട്ട് ഇപ്പോഴും മനസ്സിൽ അവർ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളത്. 100 ദിവസം ബിഗ് ബോസിനുള്ളിൽ നിൽക്കുവാൻ വേണ്ടിയും
കപ്പുയർത്തുന്ന സമയത്ത് ധരിക്കുവാനുള്ള സാരി ഉൾപ്പെടെ പാക്ക് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിനുള്ളിലേക്ക് ശോഭ കയറിപ്പോയത്. ബിഗ് ബോസിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന പല കളികളെക്കുറിച്ചും അഖിൽ മാരാർ സംസാരിച്ചപ്പോൾ തന്നെ ശോഭയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ധാരാളം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുവാൻ വേണ്ടി തുടങ്ങി. അഖിൽ മാരാർ പറഞ്ഞ പ്രധാന കാര്യം ഇതാണ്: കപ്പ് കിട്ടുന്ന വ്യക്തിയുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതായത് കിട്ടുന്നതിൽ പകുതി അവർക്ക് മടക്കി കൊടുക്കണം, മാത്രവുമല്ല കൂടെ കിടക്കുകയും വേണം. ഈ പ്രസ്താവനകളൊക്കെയാണ് വലിയ കൊടുങ്കാറ്റായിട്ട് സമൂഹത്തിൽ മാറുന്നത്. ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ശോഭയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അഖിൽ മാരാർ ഈ പ്രസ്താവനകൾ ഇറക്കിയ സമയത്ത് തന്നെ സെറീന, നാദിറ, മെഹറിൻ തുടങ്ങിയ വ്യക്തികളൊക്കെ അഖിലിനെതിരായി സംസാരിച്ചതാണ്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് പല സ്ത്രീകളും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ അഖിൽ മാരാർക്ക് വീഡിയോ ക്ലിപ്പുകളായി അയച്ചു കൊടുക്കുകയും അത് അഖിൽ മാരാർ തന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കൂടി പുറത്തുവിടുകയും ചെയ്തതോടെ തനിക്കെതിരായി സംസാരിച്ച മിക്കവാറും ആൾക്കാരെല്ലാം പത്തി താഴ്ത്തിയതാണ്. എന്നാൽ ശോഭ വിശ്വനാഥ് മാത്രം അഖിലിനെതിരെ ഓരോ ചുവടും വെച്ച് മുൻപോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണുവാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ശോഭയ്ക്ക് മാത്രം അഖിലിനോട് ഇത്രയധികം പക എന്നുള്ളതിന് മറുപടി സോഷ്യൽ മീഡിയ തന്നെ പറയുകയാണ്: ശോഭയ്ക്ക് മാത്രമാണ് കൊണ്ടത്, കട്ടവർക്ക് മാത്രമേ കഴിക്കുകയുള്ളൂ. അഖിൽ മാരാരുടെ ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ശോഭയ്ക്കെതിരായി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഓരോരുത്തരും കമന്റുകൾ എഴുതുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു: ശോഭയ്ക്ക് മാത്രം പൊള്ളി, സീസണിലെ മറ്റൊരു സ്ത്രീകൾക്കും കുഴപ്പമില്ല, കട്ടവർക്ക് കഴിക്കും, അതുതന്നെയാണ് ഇവിടെയും, മുൻപോട്ട് പോകൂ അഖിൽ. അടുത്തൊരു കമന്റ് ഞാൻ വായിക്കാം: ശോഭയ്ക്ക് മാത്രം പൊള്ളണം എന്നുണ്ടെങ്കിൽ ശോഭ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. മറ്റൊരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബി ഹൗസിൽ വെച്ച് അഖിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ശോഭ ആരെയൊക്കെയോ നന്നായി സുഖിപ്പിക്കുന്നുണ്ട്, അതിന്റെ തെളിവാണിത്. മറ്റൊരാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കോഴികട്ടവൻ മാത്രമേ തലയിൽ പൂട തപ്പൂ, ആ സീസണിൽ വേറെ ആർക്കുമില്ലാത്ത സൂക്കേടാണ് ഇവർക്ക് മാത്രം എന്താ ഇത്ര പൊള്ളുന്നേ. അടുത്തൊരു കമന്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ഇടപഴകിയ ആ ശോഭയാണോ ഇപ്പോൾ ഗെയിം കഴിഞ്ഞും മനസ്സിൽ പകവെച്ചുകൊണ്ട് നടക്കുന്നവർ? രാഷ്ട്രീയക്കാർ ഇതിലും മെച്ചമാണ്. ഇതുപോലുള്ള കമന്റുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കമന്റ് കൂടി വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ആരാണ് കിടന്നുകൊടുത്തത് എന്ന് അഖിൽ പറഞ്ഞിട്ടില്ല, ബട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നർ അഖിൽ മാരാരും ബിഗ് ബോസും ഏഷ്യാനെറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ അടുത്ത തലത്തിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ ബലിയാടായി ഒരുപക്ഷെ അതിന്റെ മുൻപിൽ നിന്ന് നയിക്കുവാൻ വേണ്ടി ശോഭ വിശ്വനാഥ് ഇപ്പോൾ അരയും തലയും മുറുക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയില്ല. കാത്തിരിക്കാം തുടർന്നുള്ള ഓരോ അപ്ഡേഷനുകൾക്ക് വേണ്ടിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.